ധൂമപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. വചനമിന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. വചനമിന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ എൻ യാചന. അകറ്റിയിടുമാ രുധിരത്തിനത്ഭുത ശക്തി ഇന്ന്. പാപവും രോഗവും അകറ്റിയിടുമാ രുധിരത്തിനത്ഭുത ശക്തി ഇന്ന്. അറിയുവാൻ ഇവിടെ വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണമേ. അറിയുവാൻ ഇവിടെ വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും സർവശക്തനായ പിതാവായ ദൈവത്തിന് അവിടുത്തെ പ്രിയപുത്രൻ ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്ന രക്ഷിതാവാണ്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് തൻ്റെ ഹിതം അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ധാരാളം പേർ കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, യേശുവെ എന്നോട് സംസാരിക്കണമേ, ഒരു ദർശനം കാണിച്ചു തരണമേ, സ്വപ്നത്തിൽ എന്നോട് ഇടപെടണമേ, ഞാൻ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഒരു ഓഡിബിൾ വോയിസ് എൻ്റെ ചെവിയിൽ അങ്ങ് കേൾപ്പിക്കുമാറാകണമേ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ എത്രയോ പേരുണ്ട്. എന്നാൽ പൊതുവായി ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ്, വിശുദ്ധ ബൈബിളിലൂടെയാണ്. തിരുവെഴുത്ത്, വിശുദ്ധ ഗ്രന്ഥം മനുഷ്യരാണ് എഴുതിയത്, പക്ഷേ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായിട്ടാണ് ആ ഗ്രന്ഥകാരന്മാർ ഈ തിരുവെഴുത്ത്, ബൈബിൾ, സത്യവേദ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഓഥർ മരിച്ചിട്ടില്ല. കർത്താവാണ് ഇതിൻ്റെ യഥാർത്ഥ ഓഥർ. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയോടെ അത് വായിക്കുകയാണെങ്കിൽ, കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്ന ദാഹത്തോടുകൂടി വചനം വായിക്കുമ്പോൾ കർത്താവ് നമ്മോട് ആ വചനത്തിലൂടെ, എഴുതപ്പെട്ട വചനത്തിലൂടെ സംസാരിക്കും. എന്നാൽ അതുമാത്രമല്ല കർത്താവ് ചെയ്യുന്നത്. തൻ്റെ ഭക്തർക്ക് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ അവിടുന്ന് നൽകുന്നു. ചിലപ്പോൾ ഒരു മാലാഖയെ അയച്ച് ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നു. ചിലപ്പോൾ ചില വ്യക്തികളെ ആയിരിക്കാം അയക്കുന്നത്, അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നു. എന്തായാലും നമ്മോട് നിരന്തരം ബന്ധപ്പെടുന്ന സ്നേഹവാനായ കർത്താവ്, വിവിധ മാധ്യമങ്ങൾ വഴി കർത്താവ് നമ്മോട് ഇടപെടും. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു. അവർക്ക് പ്രവചിക്കാൻ പറ്റും, സ്വപ്നങ്ങൾ കാണാൻ പറ്റും, ദർശനങ്ങൾ കാണാൻ പറ്റും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പെന്തക്കോസ്ത് നാളിൽ അത് നിറവേറി. ഇന്നും ധാരാളം ദൈവമക്കൾക്ക് ദർശനങ്ങളും സ്വപ്നങ്ങളും വെളിപാടുകളും കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു.
അവർക്ക് ദർശനങ്ങൾ നൽകി, വെളിപ്പാടുകൾ നൽകി. ജനത്തിന് അറിയിക്കേണ്ട ആലോചന പലപ്പോഴും പ്രവാചകർക്കാണ് കർത്താവ് നൽകിയത്. കർത്താവ് അവർക്ക് നൽകിയ ആ ആലോചനകൾ പിന്നീട് പ്രവാചകന്മാർ ജനത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്തു. സങ്കീർത്തനം 89:19. അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തു. അന്നു നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തു. ദൈവം തൻ്റെ ഹിതം ഭക്തന്മാർക്ക് ദർശനം വഴി അറിയിച്ചു കൊടുക്കും. അന്നു നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട്, കേവലം ഒരു വ്യക്തിയോടല്ല, നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തു. ഞാൻ വീരനായ ഒരുത്തിന് സഹായം നൽകുകയും ജനത്തിൽ നിന്നൊരു വൃതനെ ഉയർത്തുകയും ചെയ്തു. പഴയ നിയമത്തിൽ പ്രധാനമായിട്ടും ദൈവം പ്രവാചകന്മാരോട് നേരിട്ട് സംസാരിച്ചു. സംഖ്യ 12:6. പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾക്കുവിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ എന്തുണ്ടായിരിക്കും? നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ സ്വർഗീയ ദർശനങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. സ്വർഗീയ കാഴ്ച, മനുഷ്യരായ സ്വർഗത്തിൻ്റെ അവസ്ഥ എന്താണ്? എന്താണ് സ്വർഗം? അതും ദൈവം നമുക്ക് കാണിച്ചു തരും. ഏശയ്യാ പ്രവാചകന് അപ്രകാരം ഒരു സ്വർഗീയ ദർശനം ഉണ്ടായി. ഏശയ്യാ 6:1. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തിന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. സ്വർഗീയ ദർശനങ്ങൾ ഒരു വ്യക്തിക്ക് ലഭിച്ചാൽ അത് അവൻ്റെ ജീവിത വീക്ഷണത്തെ മാറ്റുകയാണ്. കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ ഈ ദർശനങ്ങൾ സഹായിക്കുന്നു. ചിലപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന്, ആകാശത്തു നിന്ന് നേരിട്ടൊരു സ്വരം കേൾപ്പിച്ചും തൻ്റെ ഭക്തനോട് ഇടപെടും. അബ്രഹാമിനോട് അതാണ് ചെയ്തത്. ഉൽപ്പത്തി 15:1. അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. യഹോവ ശമൂവേൽ ബാലനെ വിളിക്കുന്നത് വളരെ പ്രസിദ്ധമാണ്. അതുവരെ ശമൂവേൽ ബാലന് ദൈവസ്വരം കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. 1 ശമൂവേൽ 3:4 യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ, എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. വീണ്ടും കർത്താവ് ശമൂവേലിനെ വിളിക്കുകയാണ്. ദൈവം തന്നെയാണ് വിളിക്കുന്നത് എന്ന് ആ ബാലന് മനസ്സിലായി. ചിലപ്പോൾ മാലാഖമാരുടെ രൂപം ദർശനത്തിൽ കാണുവാൻ കഴിയും. ലൂക്കോസ് 1:22 അവൻ പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്നവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ മാലാഖ സക്കറിയാവിന് പ്രത്യക്ഷനായി ദൈവിക സന്ദേശം കൈമാറി.
ഒരു മാലാഖ മുഖാന്തരം ദൈവം തൻ്റെ ഭക്തന് അരുളപ്പാട് നൽകുകയാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ അതുണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും അത് ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന് കരുണ തോന്നിയാൽ അങ്ങനെയും കർത്താവ് നമ്മോട് ഇടപെടും. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സക്രിയാവിൻ്റെ അനുഭവം. ഇനി യേശു ക്രിസ്തുവിൻ്റെ ശരീരം അന്വേഷിച്ച് പോയ സ്ത്രീകൾക്കുണ്ടായ അനുഭവം. മത്തായി ലൂക്കോസ് 24:23. അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ ശരീരം അന്വേഷിച്ച് കല്ലറയിൽ പോയ സ്ത്രീകൾക്ക് മാലാഖമാരെ കാണുവാൻ കഴിഞ്ഞു. കൊർന്നലിയോസ് വിജാതീയനാണ്, സത്യദൈവത്തെക്കുറിച്ച് അറിയില്ല. എങ്കിലും ആ കൊർന്നലിയോസിനെ രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ആരായാലും, എത്ര സൽപ്രവൃത്തി ചെയ്യുന്നവരായാലും സുവിശേഷം കേട്ട് വിശ്വസിക്കാതെ ആത്മരക്ഷ സ്വന്തമാക്കാൻ പറ്റില്ല. എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ദാനധർമ്മം ചെയ്യുന്ന ഈ കൊർന്നലിയോസ്, അവൻ്റെ അടുത്തേക്ക് ദൈവം ഒരു മാലാഖയെ പറഞ്ഞയക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 10:3. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. ഈ ദൈവദൂതൻ കൊർന്നലിയോസിൻ്റെ അടുക്കൽ വന്നു. സുവിശേഷം പറഞ്ഞില്ല. പത്രോസിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നീട് പത്രോസ് വന്നു, സുവിശേഷം പറഞ്ഞു. കൊർന്നലിയോസും കുടുംബാംഗങ്ങളും സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. സ്നാനവും സ്വീകരിച്ചു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച അന്യഭാഷയിൽ അവർ സ്തുതിക്കുകയും ചെയ്തു. ദൈവം ഒരു വ്യക്തിക്ക് ഒരു സന്ദേശം അറിയിക്കുമ്പോൾ, നേരിട്ടായിരിക്കാം, സ്വപ്നത്തിൽ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ മാലാഖ അയച്ചായിരിക്കാം, ദൈവം അയച്ച കാര്യം നിറവേറുക തന്നെ ചെയ്യും. ചിലപ്പോൾ ചിലർക്ക് സ്വപ്നത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. ചിലപ്പോൾ ചിലർ കാണുന്ന സ്വപ്നങ്ങൾ ദൈവിക സ്വപ്നങ്ങളാകണമെന്നില്ല. ചിലപ്പോൾ മനസ്സിൻ്റെ ചില വിഭ്രാന്തിയിൽ ചിലർ പറയാറുണ്ട്, ദർശനം കണ്ടു. അതൊന്നും നിറവേറാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ മനസ്സിന് തോന്നുന്ന ചില വിഭ്രാന്തികളല്ല, സാധാരണ സ്വപ്നവുമല്ല. ജീവിക്കുന്ന ദൈവം നേരിട്ട് തൻ്റെ ഭക്തരോട് വിവിധ രീതിയിൽ ഇടപെടുന്നു. ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപത്തിലും സ്വപ്നത്തിൽ ഒരാൾ വന്ന് ചില കാര്യങ്ങൾ അറിയിക്കും. അത് സാധാരണ സ്വപ്നമല്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:12. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അനനിയാസ് ഭക്തനായ മനുഷ്യനാണ്. ശൗലിൻ്റെ മാനസാന്തരമാണ് സന്ദർഭം. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പൗലോസിനൊരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ മാലാഖയല്ല, ഒരു മനുഷ്യനാണ് വന്നത്. ആ മനുഷ്യൻ്റെ പേര് അനന്യാസ്. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു. ദർശനത്തിൽ സംഭവിച്ച കാര്യം. പിന്നീട് അനന്യാസ് അക്ഷരാർത്ഥത്തിൽ വരികയും അന്ധനായ ദർശനം മുഖാന്തരം യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടു. അപ്പോൾ പൗലോസ് അന്ധനായി മാറി. അനന്യാസ് പിന്നീട് വരുന്നു, പ്രാർത്ഥിക്കുന്നു, പൗലോസ് കാഴ്ച പ്രാപിക്കുന്നു. ദൈവം ഒരു ദർശനത്തിൽ കാണിച്ച കാര്യം അത് പിന്നീട് അക്ഷരാർത്ഥത്തിൽ നിറവേറും. പൗലോസ് തൻ്റെ സുവിശേഷ യാത്രയിൽ ആസിയയിലേക്ക് പോകണം എന്നാണ് തീരുമാനിച്ചത്. പക്ഷെ ദൈവാത്മാവ് അത് തടുത്തു. മക്കദോനിയക്കാരനായ ഒരു പുരുഷൻ സ്വപ്നത്തിൽ പൗലോസിന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഇവിടെ
മക്കതോനിയയിലേക്ക് വന്ന്, മാസിഡോണിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക. മാലാഖയല്ല വന്നത്, മക്കതോനിയക്കാരുടെ ഒരു പ്രതിനിധിയായ ഒരു മനുഷ്യനാണ് വന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:9. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കതോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. നീ മക്കതോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. അത് മാനുഷികമായ എന്തോ തോന്നലായിരുന്നില്ല. അങ്ങനെ പൗലോസ് മക്കതോനിയയിലേക്ക് പോയി. അങ്ങനെയാണ് അവിടെ ഫിലിപ്പിയിൽ ഒരു സഭ ഉണ്ടായത്. ചിലപ്പോൾ സ്വർഗീയ ദർശനങ്ങൾ ഉടനെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷെ പിന്നീട് കർത്താവ് അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തും. ദാനിയേലിന് പല ദർശനങ്ങളും ഉണ്ടായി. ഉടനെ തന്നെ എല്ലാം മനസ്സിലായില്ല, പിന്നെ മനസ്സിലാകുന്നുണ്ട്. ദാനിയേൽ 7:15. ദാനിയേൽ എന്ന ഞാനോ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് വ്യസനിച്ചു, എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി. ചിലപ്പോൾ ദർശനങ്ങൾ കാണുന്ന വ്യക്തി ദർശനങ്ങളാൽ ഞാൻ പരവശനായി. ദാനിയേൽ 8:15. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. ദർശനം കണ്ട ഉടനെ തന്നെ അർത്ഥം മനസ്സിലായില്ല, ആലോചിച്ചു കൊണ്ടിരുന്നു എന്തായിരിക്കാം ഇതിൻ്റെ അർത്ഥം. ഇതുപോലെ തന്നെ പത്രോസിനും ഒരു ദർശനം ഉണ്ടായി. ആകാശത്തു നിന്ന് ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്നു, അതിൽ സകല ഇഴജാതികളും പത്രോസെ അറുത്ത് തിന്നുക. പത്രോസിനൊരു ദർശനം ഉണ്ടായി. ആകാശത്തു നിന്നൊരു തുപ്പട്ടി ഇറങ്ങി വരുന്നു, അതിൽ നിറയെ ഇഴജാതികൾ, അറുത്ത് തിന്നുക. ഒരു സ്വരം. പത്രോസിന് തുടക്കത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല, പിന്നെ മനസ്സിലായി. യഹൂദനായ പത്രോസ് സാധാരണയായി വിജാതികളോട് സമ്പർക്കം ചെയ്യാറില്ല. കൊർണലിയോസ് ഒരു സ്വർഗീയ ദർശനം അനുസരിച്ച് പത്രോസിനെ വിളിക്കുവാൻ ആളെ അയച്ചിരിക്കുകയാണ്. യഹൂദനായ പത്രോസ് എങ്ങനെ വിജാതീൻ്റെ വീട്ടിൽ പോകും? അപ്പോൾ ഈ ദർശനത്തിലൂടെ കർത്താവ് കാണിച്ചു കൊടുത്തു, ഒരു മനുഷ്യനെയും ഹീനനായി നിന്ദ്യനായി നീ കാണരുത്. അപ്പോൾ മനസ്സിലായി, ഇനി വിജാതീയൻ എന്ന രീതിയിൽ ആരെയും തുച്ഛീകരിക്കാൻ പാടില്ല. പത്രോസ് കൊർണലിയോസിൻ്റെ വീട്ടിലേക്ക് പോയി സുവിശേഷം അവിടെയുള്ളവരോട് അറിയിച്ചു. ധാരാളം പേർ സ്നാനപ്പെട്ടു. ദൈവസഭ വ്യാപിച്ചുകൊണ്ടിരുന്നു. ഇന്നും ദർശനത്തിലൂടെ ദൈവഭക്തന്മാരോട് കർത്താവ് ഇടപെടാറുണ്ട്. നീ ഇന്ന വ്യക്തിയോട് സുവിശേഷം പറയുക, ഇന്ന സ്ഥലത്ത് സുവിശേഷ വേലയ്ക്ക് പോകുക, ഇന്ന സ്ഥലത്ത് നീ വേലയ്ക്ക് പോകരുത്, ഇന്ന സ്ഥലത്ത് ഒരു സഭ തുടങ്ങുക. അങ്ങനെ കർത്താവ് നൽകുന്ന ദർശനപ്രകാരം എത്രയോ ദൈവഭൃത്യന്മാർ കേരളത്തിൽ നിന്ന് വടക്കേ ഇന്ത്യയിലേക്ക് പോയി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുവിശേഷം കേൾക്കാത്ത ഇടങ്ങളിൽ സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ പലയിടങ്ങളിലും ദൈവം തൻ്റെ ഭൃത്യരോട് സംസാരിച്ച് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അവർ അനുസരിച്ചു. തദ്ഫലമായി അവർ പോയ സ്ഥലങ്ങളിൽ ക്രിസ്തുമാർഗം പരക്കുവാൻ ഇടയായി തീർന്നു. ഈ കണ്ട ദർശനം എന്തായിരിക്കും എന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർണലിയോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. അപ്പോൾ കർത്താവ് പത്രോസിനോട് സംസാരിക്കുകയാണ്. പരിചയമില്ലാത്ത ചിലർ വന്ന് ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പോകും? എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇവർ തന്നെ വിളിക്കാൻ വന്നിരിക്കുന്നത്? പക്ഷെ സംശയിക്കേണ്ട, അവരോട് കൂടെ നീ പോകുക എന്ന് കർത്താവ് സംസാരിച്ചപ്പോൾ പത്രോസ് പോയി. ദർശനങ്ങളും ദൈവിക സ്വരവും എത്രയോ അത്യാവശ്യമാണ്. ചില പ്രത്യേക ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം കർത്താവേ, ഞാൻ അത് ചെയ്യണോ ഇത് ചെയ്യണോ? ദൈവം നമ്മോട് വ്യക്തമായി സംസാരിക്കുകയാണെങ്കിൽ എല്ലാ കൺഫ്യൂഷനും നീങ്ങിപ്പോകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ചിലപ്പോൾ ദർശനങ്ങൾ രാത്രി സമയങ്ങളിലായിരിക്കാം കർത്താവ് കാണിക്കുന്നത്.
ഉൽപ്പത്തി 46:2. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. രാത്രി ദർശനങ്ങളിൽ സംസാരിക്കുന്ന ഒരു കർത്താവ്. ദാനിയേൽ 2:19. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു. നമ്മളും രാത്രി സമയത്ത് പ്രാർത്ഥിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുമ്പോൾ ഈ ദൈവത്തിന് ഈ രീതിയിൽ ദർശനങ്ങൾ വഴി, സ്വപ്നങ്ങൾ വഴി നമ്മോട് സംസാരിക്കാൻ കഴിയും. അനേകരോട് അപ്രകാരം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ കർത്താവ് ഒരു ദർശനം കാണിക്കുമ്പോൾ നമ്മളൊരു വിവശത, ട്രാൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സംഖ്യാപുസ്തകം 24:16. ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതന്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനം 11-ാം അധ്യായത്തിൽ പത്രോസ് തൻ്റെ അനുഭവം പറയുന്നുണ്ട്. 11:5. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ഉറങ്ങുമ്പോഴല്ല, ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഒരു വിവശത വരികയാണ്. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്തിൽ നിന്ന് 4 കോണും കെട്ടിയിറക്കിയ ഒരു വലിയ തുപ്പട്ടി പോലെ ഒരു പാത്രം എൻ്റെ അടുക്കലോളം വന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് ദർശനം ദൈവം കൊടുത്തപ്പോൾ അത് മറന്നു പോകാതിരിക്കുവാൻ എന്താണോ അവർ കണ്ടത് ആ ദർശനം എഴുതി വയ്ക്കുവാൻ ദൈവം തന്നെ പറഞ്ഞിരുന്നു. ഹബക്കൂക്ക് 2:2. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. കണ്ട ദർശനം മറന്നു പോകരുത്. നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. നമ്മോട് ഇടപെട്ട കാര്യങ്ങൾ, ദൈവം നമ്മോട് ഇടപെട്ട കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുവാൻ ഡയറി എഴുതുന്നത് ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് നല്ലൊരു ശീലമാണ്. ദൈവം പഴയ നിയമ ഭക്തന്മാരോടും പുതിയ നിയമത്തിലെ ഭക്തന്മാരോടും പലതവണ സംസാരിച്ചിട്ടുണ്ട്. അതേ കർത്താവ് തന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മോടും സംസാരിക്കും. അബ്രഹാമിനോട് ദൈവം പലതവണ അബ്രാമേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു. പേര് ചൊല്ലി നമ്മെ വിളിച്ച് സംസാരിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഉൽപ്പത്തി 15:1. അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. യാക്കോബിനോട് ദൈവം സംസാരിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ, ഉൽപ്പത്തി 46:2. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ദൈവം മോശയോട് നേരിട്ട് പലതവണ സംസാരിക്കുന്നുണ്ട്. പുറപ്പാട് 3:2 അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്നും അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. അപ്പോൾ ദൈവം തൻ്റെ അരുളപ്പാട് മോശയെ അറിയിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 30. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ടു. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. ഇനി അടുത്ത 6 ഭാഗങ്ങൾ സിസ്റ്റേഴ്സ് വായിക്കാം. 1 ശമൂവേൽ 3-ാം അധ്യായം 2-15 വരെ. 1 ശമൂവേൽ 3:2. ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യക്കൈ ഉണ്ടായിരുന്നു. 4 മുഖങ്ങളും ചിറകുകളും ഇങ്ങനെ ആയിരുന്നു. അവയുടെ ചിറകുകൾ
ഒന്നോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യരൂപം ഉണ്ടായിരുന്നു. നാലിനും വലത്തുഭാഗത്ത് സിംഹം മുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. നാലിനും കഴുകുമുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. ഈ രണ്ട് ചിറകു തമ്മിൽ തൊട്ടും ഈ രണ്ട് ചിറകുകൊണ്ട് ശരീരം മറച്ചും ഇരുന്നു. അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഓക്കെ, ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. ദാവീദ് രാജാവാണ് ചെയ്യാൻ പാടില്ലാത്ത പാപം ചെയ്തപ്പോൾ ദാവീദിന് താൻ ചെയ്ത പാപത്തെക്കുറിച്ചൊരു ബോധ്യവും ഉണ്ടായില്ല. പക്ഷേ നാഥാൻ പ്രവാചകനോട് ദൈവം സംസാരിച്ചു. ആ മനുഷ്യൻ നീ തന്നെ. പ്രവാചകന്റെ ദൗത്യം ദൈവം എന്താണോ പറഞ്ഞത് മുഖം നോക്കാതെ ദൈവത്തിൻ്റെ ആലോചന അറിയിക്കണം. ദാവീദ് രാജാവാണെങ്കിലും തെറ്റ് ചെയ്താൽ ദാവീദിനോടും ആലോചന പറയണം. 2 ശമൂവേൽ 7:4. എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാന് ഉണ്ടായത് എന്തെന്നാൽ. എന്താണ് ദാവീദിനോട് പറയേണ്ടത്? അക്കാര്യം ദൈവം അറിയിച്ചു. ഇനി അത് അറിയിക്കേണ്ട ഉത്തരവാദിത്വം രാജാവിനോട് ഇക്കാര്യം തുറന്നു പറയേണ്ട കടമ നാഥാനുണ്ട്. ഈ സകല വാക്കുകൾക്കും ദർശനത്തിന് ഒത്തവണ്ണം നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. നമുക്കൊരു ദർശനം, ഒരു അരുളപ്പാട്, അത് ദൈവമാണ് വാസ്തവത്തിൽ തന്നത്. അക്കാര്യത്തെക്കുറിച്ച് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന വ്യക്തിയോട് പോയി ഇന്ന കാര്യം പറയണമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞേ പറ്റൂ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 13 തൊട്ട് 16 വരെ അവിടെ എലീഫാസ് ഇപ്രകാരം പറയുന്നുണ്ട്: മനുഷ്യർക്ക് ഗാഠനിദ്ര പിടിക്കുന്ന നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. ചിലപ്പോൾ മനോഭാവന ദൈവം നൽകുന്നതല്ല, സ്വന്തമായി മനസ്സിന് തോന്നുന്ന ചില അവസ്ഥകളുണ്ട്. മനുഷ്യർക്ക് ഗാഠനിദ്ര പിടിക്കുന്ന നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. സ്വർഗീയ ദർശനങ്ങളുണ്ട്, നമ്മുടെ മനസ്സിന് തോന്നുന്ന ചില ദർശനങ്ങളുമുണ്ട്. മനസ്സിന് തോന്നുന്ന ചില കാഴ്ചകൾ, അതും നമ്മളെ ചിലപ്പോൾ വല്ലാതെ പേടിയിലേക്ക് കൊണ്ടുപോയി എന്ന് വരാം. മനുഷ്യർക്ക് ഗാഠനിദ്ര പിടിക്കുന്ന നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. ഒരാത്മാവ് എൻ്റെ മുഖത്തിനെതിരെ കടന്നു. എൻ്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു. ഒരു പ്രതിമ എൻ്റെ കണ്ണിനെതിരെ നിന്നു. എങ്കിലും അതിൻ്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. മന്ദമായൊരു സ്വരം ഞാൻ കേട്ടതെന്തെന്നാൽ. ദൈവിക സ്വപ്നത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കും. ചില വിഷയങ്ങൾ മറ്റുള്ളവർക്ക് അറിയില്ല. അതെന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ടാണ് അപ്രകാരം ഒരു കാര്യം സംഭവിച്ചത്. സാധാരണ എത്ര അന്വേഷണം നടത്തിയാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. ദാനിയേൽ 2:19. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു. അപ്പസ്തോലനായ പൗലോസിനുണ്ടായ സ്വർഗീയ ദർശനം വളരെ പ്രസിദ്ധമാണ്. പക്ഷേ ആ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല
എന്നാണ് പൗലോസ് പിന്നീട് പറഞ്ഞത് അഗ്രിപ്പ രാജാവിനോട്. വേണമെങ്കിൽ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാമായിരുന്നു. അങ്ങനെ കാണിച്ചവരുണ്ട്. അതിൻ്റെ ദോഷം വലുതായിരിക്കും. ദർശനം കാണിച്ചു തരണമേ, സ്വപ്നത്തിലൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പസ്തോല പ്രവർത്തനം 9:3 തൊട്ട്. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ഇത് സ്വപ്നത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. തൻ്റെ കൂടെ ധാരാളം ആളുകളുണ്ട്. പകൽ സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ആ രീതിയിലും കർത്താവിന് ഇടപെടാൻ പറ്റും. സ്വപ്നത്തിൽ മാത്രമല്ല, രാത്രിയിൽ മാത്രമല്ല. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അതുവരെ ക്രൂരനായി ജീവിച്ച, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒരു തീവ്രവാദി, ഈ ഒറ്റ ദർശനം ശൗലിൻ്റെ ജീവിതം മൊത്തം മാറ്റി. അവൻ പൗലോസായി. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം, എളിമ, താഴ്മ, ആത്മനിറവ്, അങ്ങനെയുള്ള ഒരു പുതിയ സൃഷ്ടിയായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി. സ്വർഗീയ ദർശനങ്ങൾ കാണുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എത്ര വിശുദ്ധമായിരിക്കണം. പൗലോസിന് ഒരു തവണ മാത്രമല്ല ഈ സ്വർഗീയ ദർശനം ഉണ്ടാകുന്നത്. തൻ്റെ ശുശ്രൂഷയിൽ ഇടയ്ക്കിടെ കർത്താവ് തന്നോട് മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:9. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. വീണ്ടും പൗലോസിനോട് കർത്താവ് ഇടപെടുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 18:9. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ചുറ്റും ശത്രുക്കളാണ്, സുവിശേഷ വിരോധികൾ. പക്ഷെ ഈ ദർശനം തനിക്ക് ലഭിച്ചപ്പോൾ പേടിയെല്ലാം മാറി. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ആ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് സുവിശേഷം പൗലോസ് പ്രസംഗിക്കുമ്പോൾ കർത്താവ് മിണ്ടാതിരിക്കുന്നില്ല. തൻ്റെ ഭക്തനോട് വീണ്ടും സംസാരിച്ച് എതിർപ്പുകളുടെ നടുവിൽ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 22:18. വീണ്ടും കർത്താവ് പൗലോസിനോട് ഇടപെടുന്നുണ്ട്. നീ ബന്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോകുക. നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. പത്രോസും ധാരാളം ആളുകളും കപ്പലിൽ യാത്ര ചെയ്തപ്പോൾ വലിയ കടൽക്ഷോഭമുണ്ടായി. കപ്പിത്താനും കപ്പലിലുള്ള മറ്റുള്ളവർക്കും അവർ നശിച്ചു പോകുമെന്ന തോന്നലുണ്ടായി. പക്ഷേ പത്രോസിന് ദൈവം അറിയിപ്പ് കൊടുത്തു, ആരും മരിക്കുകയില്ല. ആ തനിക്കുണ്ടായ അരുളപ്പാട്, ദൈവിക അരുളപ്പാട് മറ്റുള്ളവരോട് പറഞ്ഞു. അവരെ ബലപ്പെടുത്തി. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ തളർന്നിരുന്ന അവർ പൗലോസിൻ്റെ വാക്ക് കേട്ട് ഭക്ഷണം കഴിച്ചു. ഒരു ഭക്തനുണ്ടായ ദർശനം എത്രയോ വലുതാണ്. തളർന്നിരിക്കുന്നവർക്ക് ഇതാ പൗലോസിൻ്റെ
ആ പൗലോസിന് തനിക്കുണ്ടായ അനുഭവം, ആ സ്വർഗീയ ദർശനം അവരോട് പറഞ്ഞപ്പോൾ അവരൊക്കെ ബലപ്പെട്ടു. അവർ ക്രിസ്ത്യാനികളല്ല, പക്ഷേ എങ്കിലും പൗലോസിനുണ്ടായ ആ അനുഭവം മറ്റുള്ളവർക്കും രക്ഷയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന ചില വിശ്വാസികൾക്ക് നൽകുവാൻ നമ്മുടെ പക്കൽ ദൈവം ഒരു വചനമോ ദർശനമോ സ്വപ്നമോ തന്നാൽ അത് അവരെ അറിയിക്കുന്നത് എത്രയോ നല്ലതാണ്. ക്ഷീണിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് അതെത്ര ആശ്വാസമായി തീരും. അപ്പസ്തോല പ്രവർത്തനം 27:23. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. അപ്പസ്തോല പ്രവർത്തനത്തിൽ നിന്ന് ആ ഭാഗമൊന്ന് വായിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായം. ഒരു മിനിറ്റ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 27-ാം അധ്യായം 23 തൊട്ട്. അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായം 22 തൊട്ട്. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിക്കുവിൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു. പൗലോസ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ്. ആരും മരിച്ചില്ല. ഒരു ചർച്ചിൽ ഇതുപോലെ യഥാർത്ഥ പ്രവചനപരമുള്ള, യഥാർത്ഥ ദൈവിക സ്വപ്നങ്ങളും ദർശനങ്ങളും കാണുന്ന ഒരു വിശ്വാസി, ഒരു സഹോദരൻ, ഒരു സഹോദരി ഉള്ളത് എത്രയോ അനുഗ്രഹമാണ്. പൗലോസ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പലിൽ എല്ലാവർക്കും വളരെ പ്രചോദനമായി. ദൈവിക അരുളപ്പാട് അറിയിച്ചു. പൗലോസ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ്. കപ്പൽ തകർന്നെങ്കിലും ആരും മരിച്ചില്ല. നമ്മളും പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് സ്വർഗീയ ദർശനങ്ങൾ കാണിച്ചു തരണമേ. നിർണായക ഘട്ടങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണം, അങ്ങ് എനിക്ക് ഉത്തരം തരണമേ. കർത്താവ് സംസാരിക്കും. അപ്പസ്തോലനായ പൗലോസ് അദ്ദേഹത്തിനുണ്ടായ അതിശ്രേഷ്ഠമായൊരു ദർശനത്തെക്കുറിച്ച് പറയുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1 തൊട്ട്. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ഇപ്രകാരമുള്ള അനുഭവം ഇന്നും ധാരാളം ദൈവമക്കൾക്ക് ഉണ്ടാകാറുണ്ട്. ഏകദേശം 34 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വർഗീയ ദർശനം കർത്താവ് തന്നു. ഇത് ഒറ്റപ്പെട്ട അനുഭവമല്ല. അനേക ദൈവമക്കൾക്ക് പല രീതിയിൽ ദൈവം സ്വർഗീയ ദർശനങ്ങൾ നൽകാറുണ്ട്. അനനിയാസിനോട് ദൈവം സംസാരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 10 തൊട്ട്. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവേ, അടിയൻ ഇതാ എന്നവൻ വിളി കേട്ടു. കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. ശരിക്കും സ്ഥലവും പേരും ദൈവം സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഇല്ല. ഞാൻ എങ്ങോട്ട് പോകണം,
ആരോട് സംസാരിക്കണം? കൃത്യമായി ഇവിടെ ഇതാ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസിനോട് പറയുകയാണ്, അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. ശമൂവേൽ പ്രവാചകനെ വിളിക്കുമ്പോഴും ശമൂവേൽ പറയുന്നത് അടിയൻ ഇതാ. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. ഇതുപോലെ ഇന്ന് എത്രയോ ദൈവ മക്കളോട് കർത്താവ്, നീ ഇന്ന സ്ഥലത്ത് പോകുക, ഇന്ന വ്യക്തിയെ കാണുക, കർത്താവ് അരുളപ്പാട് കൊടുത്തിട്ടുണ്ട്. കൊർന്നലിയോസിനോട് ദൈവം സംസാരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 10:3. അവൻ പകൽ ഏകദേശം 9 മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നോളിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. പത്രോസിനുണ്ടായ ദൈവിക ദർശനം. അപ്പസ്തോല പ്രവർത്തനം 10-9 തൊട്ട്. പിറ്റന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവന് ഒരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നലിയോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. പിന്നീട് ആ ദർശനത്തിൻ്റെ അർത്ഥം പത്രോസിന് മനസ്സിലായി. അത് നേരത്തെ പറഞ്ഞു. ഇന്നും സുവിശേഷം പ്രസംഗിക്കാൻ പാടില്ല, പരസ്യമായി ക്രിസ്ത്യാനിയായി ജീവിക്കാൻ പാടില്ല. അങ്ങനെ വലിയ വിലക്കുള്ള രാജ്യങ്ങളിൽ ദൈവം തൻ്റെ ഭക്തന്മാരോട് സമൃദ്ധമായി ദർശനങ്ങൾ വഴി സംസാരിക്കാറുണ്ട്. സുവിശേഷത്തിന് ബന്ധനമില്ല. തടവറയിൽ കിടക്കുന്ന ദൈവഭൃത്യൻ്റെ അടുക്കിലേക്ക് മാലാഖ ചെല്ലുകയാണ്. പത്രോസ് തടവിൽ കിടക്കുന്നു. കാവൽക്കാരൊക്കെ ഉണ്ട്. പക്ഷേ മാലാഖ ചെന്ന് തട്ടി ഉണർത്തി അത്ഭുതകരമായി പത്രോസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ദൈവം ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യൻ തന്നെയാണ്, മാറാത്തവനാണ്, എന്നേക്കും ഒരാൾ തന്നെ. ക്രിസ്തു ജീവിക്കുന്നു. അതുകൊണ്ട് മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവിടുന്ന് ഇന്നും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം, അതിൽ മുഴുവൻ ദർശനമാണ്. യോഹന്നാൻ സ്വന്തം ബുദ്ധിയിൽ ഓരോന്ന് എഴുതി വയ്ക്കുന്നതല്ല, കർത്താവ് നൽകിയ വെളിപ്പാട്. വെളിപ്പാട് 1:12. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. വെളിപ്പാട് പുസ്തകം, അതിൽ നിന്ന് ചില വാക്യങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9 തൊട്ട്. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദ്യക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും
വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത പലപ്പോഴും ദൈവത്തോട് മത്സരിച്ചു. ദൈവം വളരെ വേദനിച്ചു. അപ്പോൾ ദർശനവും ദൈവത്തിൻ്റെ അരുളപ്പാടും ഉണ്ടാകുന്നത് വളരെ കുറഞ്ഞു. 1 സാമുവേൽ 3:1. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു. പുരോഹിതൻ്റെ മക്കൾ പോലും വഴിവിട്ട ജീവിതമാണ്. ദൈവത്തിന് പ്രകോപനപരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. ഒരു ചർച്ചിൽ വിശ്വാസികൾക്ക് ദർശനവും വെളിപ്പാടും പ്രവചനവും ഒക്കെ വേണം. ഇതൊന്നുമില്ല എങ്കിൽ അപകടമാണ്. സദൃശം 29:18. വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. വിലാപങ്ങൾ 2:9. അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു. അവളുടെ ഓടാമ്പൽ അവൻ തകർത്തു നശിപ്പിച്ചിരിക്കുന്നു. അവളുടെ രാജാവും പ്രഭുക്കന്മാരും ന്യായപ്രമാണമില്ലാത്ത ജാതികളുടെ ഇടയിൽ ഇരിക്കുന്നു. അവളുടെ രാജാവും പ്രഭുക്കന്മാരും ന്യായപ്രമാണമില്ലാത്ത ജാതികളുടെ ഇടയിൽ ഇരിക്കുന്നു. അവളുടെ പ്രവാചകന്മാർക്ക് യഹോവയെങ്കിൽ നിന്ന് ദർശനം ഉണ്ടാകുന്നതുമില്ല. പ്രവാചകന്മാരുണ്ട്, ദൈവം അവരിലൂടെ സംസാരിക്കുന്നില്ല. കാരണം അത്രമാത്രം ദൈവത്തിന് പ്രകോപനപരമായ കാര്യങ്ങൾ ജനം ചെയ്ത് ജീവിക്കുകയാണ്. അവളുടെ പ്രവാചകന്മാർക്ക് യഹോവയെങ്കിൽ നിന്ന് ദർശനം ഉണ്ടാകുന്നതും ഇല്ല. ചർച്ചിൽ ദർശനം വിശ്വാസികൾക്ക് ലഭിച്ചിരിക്കണം. പ്രവചനം അതെല്ലാം പുതിയ നിയമസഭയിൽ ഉണ്ട്, ഒന്നും നിന്നിട്ടില്ല. അന്യഭാഷ വേണം, വ്യാഖ്യാന വരം ലഭിച്ചിരിക്കുന്നവർ വേണം. ഭൂതശാന്തി, രോഗശാന്തി അതിനായിട്ടുള്ള വരം ലഭിച്ചവർ വേണം. പക്ഷേ സഭയിൽ രാഷ്ട്രീയ കളിയും ദ്രവ്യാഗ്രഹവും വ്യാജപ്രവചനവും സുവിശേഷത്തിൽ തന്നെ മായം ചേർത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജ സന്ദേശങ്ങളൊക്കെ നൽകുകയാണെങ്കിൽ അവിടെ എങ്ങനെ യഥാർത്ഥ പ്രവചനവും ദർശനവും സ്വപ്നങ്ങളും ഉണ്ടാകും? പഴയ നിയമത്തിൽ ധാരാളം വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവർ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നു. യിരെമ്യാ, അദ്ദേഹം ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകനായിരുന്നു. അദ്ദേഹം പറഞ്ഞ സത്യമായ കാര്യങ്ങൾ പലപ്പോഴും ജനം വിശ്വസിക്കാതെ വ്യാജ പ്രവാചകന്മാരെ വിശ്വസിച്ചു പോന്നു. ഇന്നും ഇതുപോലെ തന്നെ വ്യാജ പ്രവാചകന്മാരുടെ വ്യാജ സന്ദേശങ്ങൾ വിശ്വസിക്കുന്ന ധാരാളം ദൈവമക്കൾ തന്നെയുണ്ട്. യിരെമ്യാ 14:14. യഹോവ എന്നോട് അരുളി ചെയ്തത്, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. ഇന്നും ഈ കാലഘട്ടത്തിൽ ദൈവസഭകളിൽ ഇതുപോലുള്ള പ്രവാചകന്മാരുണ്ട്. ദൈവം സംസാരിച്ചു എന്ന് അവർ അവകാശപ്പെടും. പരിശുദ്ധാത്മാവ് ഇപ്പോഴിതാ
ഒരു കാര്യം വെളിപ്പെടുത്തുന്നു എന്ന് അവർ പറയും. പക്ഷേ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവല്ല. പിന്നെയോ, യഹോവ എന്നോട് അരുളി ചെയ്തത്, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലാണ് ഭോഷ്ക് പറയുന്നത്. അത് എത്രയോ അപകടകരമാണ്. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല. എന്നാലും പറയും, കർത്താവ് എന്നോട് ഇത് പറയാൻ കൽപ്പിച്ചു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. ദൈവം അവരോട് സംസാരിക്കാതിരിക്കെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാവരെയും കുറിച്ചല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കും. കർത്താവിൻ്റെ ആത്മാവ് പ്രവചിക്കുവാൻ വരം പലർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേൾക്കുന്നതെല്ലാം യഥാർത്ഥ പ്രവചനമല്ല. വ്യാജപ്രവാചകന്മാർ ധാരാളമുണ്ട്. യഹോവ എന്നോട് അരുളി ചെയ്തത്, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. ഇരമ്യ 23:16. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജോപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. ഇന്ന് ചില വ്യാജപ്രവാചകന്മാരുടെ അടുക്കിലേക്ക് ആലോചന കേൾക്കാൻ പോയിട്ട് കുടുംബജീവിതം തകർന്നവരുണ്ട്. ദൈവം ഒരു വിശ്വാസിയെക്കുറിച്ചൊരു പ്രത്യേക കാര്യം അവന് വെളിപ്പെടുത്തി ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്യണമെന്ന് ദൈവം ഒരു വിശ്വാസിക്ക് വെളിപ്പാട് നൽകി. പക്ഷെ ഒരു വ്യാജപ്രവാചകൻ വന്ന് പറഞ്ഞു, അത് ശരിയല്ല, ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് മറ്റൊരു കാര്യമാണ് കാണുന്നത്, നീ ആ കാര്യം ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ ദൈവം ആ വിശ്വാസിയെ എന്തുദ്ദേശത്തിന് വേണ്ടിയാണ് വിളിച്ചത്? ഇപ്പോൾ ഇതാ വ്യാജപ്രവാചകൻ വന്ന് ആ വിശ്വാസിയെ ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റിക്കുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഇരമ്യ 23:16. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. ഇത് കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത്, യഥാർത്ഥ പ്രവാചകന്മാരെ കുറിച്ചല്ല. നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്, അവർ നിങ്ങളെ വ്യാജോപദേശിക്കുന്നു. ഇന്ന് പല ചർച്ചിലും സഭയിലെ പാസ്റ്റർ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ക്ഷണിക്കുന്നു, 1 മണിക്കൂർ സമയം കൊടുക്കുന്നു. ഈ വ്യാജപ്രവാചകൻ വ്യാജമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ കലക്കുന്നു. ഒടുവിൽ ആ മെസ്സേജ് കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തി, ഇന്ന് ദൈവാത്മാവ് നമ്മോട് കൃത്യമായി സംസാരിച്ചു എന്നും പറയുന്നു. അങ്ങനെ ജനം അവർ കേട്ട വ്യാജ സന്ദേശങ്ങൾ ഇത് തികച്ചും ദൈവികമാണെന്ന ധാരണയിൽ വ്യാജത്തിൻ്റെ അടിമകളായി വചനത്തിൽ നിന്നകന്ന് പിന്നെ ആ ദർശനം നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇരമ്യ 23:16. നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. പക്ഷെ അത് കേൾക്കാനാണ് ഇന്ന് പലർക്കും താല്പര്യം. നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്, അവർ നിങ്ങളെ വ്യാജോപദേശിക്കുന്നു. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റി ഇത് വ്യാജമാണ് അദ്ദേഹം പറഞ്ഞത്? വചനം വെച്ച് പരിശോധിച്ചാൽ മതി. ധാരാളം സ്വത്ത് കിട്ടും, ഭൗതിക വസ്തുക്കൾ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ക്രിസ്തു എന്താണ് പറഞ്ഞത്? ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രബോധനങ്ങളും പ്രവചനങ്ങളും ദർശനങ്ങളും വ്യാജമാണെന്ന് തിരിച്ചറിയണം. അതിന് വചനം നമുക്ക് അതിന് വചനത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അവർ നിങ്ങളെ വ്യാജോപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. ഇന്നും അത്തരക്കാരുണ്ട്. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. 2025 അവസാനിക്കാൻ പോവുകയാണ്. ഇന്ന് ഡിസംബർ 22. അപ്പോൾ വർഷാവസാന മീറ്റിങ്ങിൽ പലപ്പോഴും വ്യാജപ്രവാചകന്മാർ അടുത്ത വർഷം ഭയങ്കര സമൃദ്ധിയായിരിക്കും എന്ന് പറയാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ അടുത്ത വർഷം, വരാനിരിക്കുന്ന വർഷം 2021, 2022, 2023 ആ വർഷങ്ങളിലൊക്കെ പ്രവചിച്ചു അർദ്ധരാത്രിയിൽ. പക്ഷെ എന്താണ് ഇന്നത്തെ അവസ്ഥ?
എത്രമാത്രം ക്രിസ്തീയ പീഡനങ്ങളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ തന്നെ പലരും വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നു, ലോകത്തോട് അനുരൂപരായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ പ്രവചനങ്ങളെയും വിശ്വസിക്കരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്, അവർ നിങ്ങളെ വ്യാജോപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. ദാനിയേൽ 1:17. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. നമ്മുടെ സഭയിലെ ടീനേജേഴ്സ്, അവർക്ക് ഈ ഒരു വലിയൊരു അനുഗ്രഹം കർത്താവ് കൊടുക്കട്ടെ. ഇന്ന് പല യൗവനക്കാരും ചർച്ചിൽ വരാൻ തന്നെ മടിക്കുന്നു, വന്നാലും വലിയ താല്പര്യമില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. ചർച്ചിലെ യൗവനക്കാരെല്ലാം, കുട്ടികളെല്ലാം ദൈവിക ദർശനങ്ങൾ, യഥാർത്ഥ ദർശനങ്ങൾ കാണുകയും സഭയ്ക്ക് വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ. നമുക്കും ദൈവിക ദർശനങ്ങൾ കർത്താവ് തരട്ടെ. കർത്താവിനോട് അടുത്ത് ജീവിക്കുവാൻ ഇത് വളരെ ആവശ്യമാണ്. ഹെസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 തൊട്ട് ദൈവം എസക്കിയേലിന് കാണിച്ച വളരെ പ്രസിദ്ധമായൊരു ദർശനം. എസക്കിയേൽ 37:1 തൊട്ട്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ച താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവർ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കുവിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. എസെക്കിയേൽ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ ജനത്തിന്റെ മൂപ്പന്മാർ പോലും വിഗ്രഹാരാധന രഹസ്യമായി ചെയ്യുകയാണ്. സഭയ്ക്കകത്തുള്ള മ്ലേച്ഛതകൾ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പ്രവാചകന്മാർ ആവശ്യമാണ്. അല്ലെങ്കിൽ ദർശനവുമില്ല, വെളിപ്പാടുമില്ല, വളരെ തിന്മകൾ ചെയ്തിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന അവസ്ഥ. എന്നാൽ ഒരു യഥാർത്ഥ പ്രവാചകനുണ്ടെങ്കിൽ മറഞ്ഞിരിക്കുന്ന തിന്മകൾ വെളിപ്പെട്ടു വരും. യഥാർത്ഥ പ്രവാചകൻ ജനത്തിന്റെ പാപത്തെക്കുറിച്ച് സംസാരിക്കും. ഇവിടെ ഇതാ എസെക്കിയേൽ പ്രവാചകനുണ്ടായ ദർശനം, എസെക്കിയേൽ പ്രവാചകനുണ്ടായ ഒരു സ്വർഗീയ ദർശനം. അനുഗ്രഹം കിട്ടും എന്നല്ല, പിന്നെയോ ജനത്തിന്റെ പാപം പ്രവാചകന് വെളിപ്പെട്ടു.
എസെക്കിയേൽ 8-2 അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിന്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി. ദിവ്യദർശനങ്ങളിൽ യെരൂശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. അവിടെ തീക്ഷ്ണത ജനിപ്പിക്കുന്ന തീക്ഷ്ണതാബിംബത്തിന്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, തല പൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തല പൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീക്ഷ്ണതാബിംബത്തെ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധമന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണുമെന്ന് അരുളി ചെയ്തു. അവൻ എന്നെ പ്രാകാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തി തുറക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തി തുറന്നപ്പോൾ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട്, അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അകത്ത് ചെന്നു. വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു. അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാരിൽ 70 പേരും ശാഫാന്റെ മകനായ യയസന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപമേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താന്താന്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്ന് അരുളി ചെയ്തു. അവർ ഇതിലും വലിയ മ്ലേച്ഛതകളെ ചെയ്യുന്നത് നീ കാണും എന്ന് അവൻ എന്നോട് അരുളി ചെയ്തു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞും കൊണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇസ്രായേൽ മക്കളെ നേരായ വഴിക്ക് നടത്തേണ്ട മൂപ്പന്മാർ 1-2 പേരല്ല, 70 മൂപ്പന്മാർ. അവർ രഹസ്യമായി ഇതാ പ്രതിമകളെ വണങ്ങുന്നു. പ്രതിമകളുടെ ചിത്രങ്ങൾ, ദൈവത്തിന് വെറുപ്പായിട്ടുള്ള ഇഴജാതികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ ചുവരിന്മേൽ വരച്ചു വച്ചിരിക്കുകയാണ്. ധൂപം വീശിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ദൈവത്തിന് പ്രകോപനപരമായ സ്വരൂപവണക്കം എന്നൊക്കെ ഓമനപ്പേരിട്ടിരിക്കുന്ന വിഗ്രഹാരാധന നടത്തുന്ന ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട്. അവരതിനെ ഒരു വിശുദ്ധ കർമ്മമായിട്ടാണ് കാണുന്നത്, അല്ലാതെ വിഗ്രഹാരാധനയായിട്ടല്ല. ഇസ്രായേൽ മക്കളുടെ ഈ മൂപ്പന്മാർ ഇത് രഹസ്യമായിട്ടാണ് ചെയ്തത്. അല്പമെങ്കിലും ദൈവഭയം ഉണ്ടായിരുന്നു. ഇന്ന് സ്വരൂപവണക്കം ചില ക്രിസ്തീയ സഭ പരസ്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാപബോധവും ഇല്ല. അവരിലെ നേതാക്കന്മാരൊന്നും അതിനെതിരെ സംസാരിക്കാറുമില്ല. അതിന് അനുകൂലമായി നിൽക്കുകയാണ്. ദൈവം 10 കൽപ്പനകൾ കൊടുത്തു. പുറപ്പാട് 20-ാം കാണാം. 2ാമത്തെ കൽപ്പന, ഒരു സ്വരൂപത്തെ ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. എന്നാൽ ഇന്ന് ചില ക്രൈസ്തവ സഭകളിൽ ചിത്രങ്ങളും പ്രതിമകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരെണ്ണം പോലും ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. അത് ദൈവകൽപ്പനയായിരിക്കെ കോടിക്കണക്കിന് പ്രതിമകളും ചിത്രങ്ങളും സ്വരൂപങ്ങളും ഐക്കണുകളും ഉണ്ടാക്കി വണങ്ങുന്നു. എന്നിട്ട് ഇത് വിഗ്രഹാരാധനയല്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ദൈവം പറഞ്ഞത് വിഗ്രഹാരാധന മാത്രമല്ല, സ്വരൂപത്തെ വണങ്ങരുത്, ബൗ ഡൗൺ പാടില്ല, പ്രണമിക്കരുത്, ഒരു പ്രതിമയുടെ മുമ്പാകെ തല കുമ്പടരുത്, മാത്രമോ ഒന്നിനെപ്പോലും ഉണ്ടാക്കരുത്. പുറപ്പാട് 20-ാം അധ്യായത്തിൽ കാണാം 10 കൽപ്പനകൾ. പക്ഷേ 2ാം കൽപ്പന തന്നെ സ്വരൂപം ഉണ്ടാക്കരുത്, വണങ്ങരുത്, ആരാധിക്കരുത്. ആ 2ാം കൽപ്പന തന്നെ ഒളിച്ചു വെച്ച് കേവലം 9 കൽപ്പനകളെ 10 കൽപ്പനകളാക്കി വലിച്ചു നീട്ടി മഹാവ്യാജം പ്രവർത്തിച്ച് സ്വരൂപവണക്കം പാപമല്ല, സ്വരൂപത്തെ ആരാധിച്ചാലേ കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന നേതാക്കന്മാർ ഇന്നുമുണ്ട്.
അന്ന് ഇസ്രായേൽ ജനത്തിലെ 70 മൂപ്പന്മാരാണ് ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചത്. ഇന്ന് 70 അല്ല, 7 ലക്ഷം, അതിനേക്കാളും അധികം ജനത്തെ, സ്വന്തം ചർച്ചിലെ ആളുകളെ തന്നെ പ്രതിമാവണക്കത്തിലേക്ക് നയിക്കുന്നവർ ഉണ്ട്. പക്ഷെ അതിനെതിരെ എത്ര പ്രവാചകന്മാർ, യഥാർത്ഥ പ്രവാചകന്മാർ സംസാരിക്കാറുണ്ട്? ഒരു ഭാഗം കൂടി വായിച്ച് ഇന്നത്തെ വചനപ്രബോധനം അവസാനിപ്പിക്കുകയാണ്. ഏശയ്യാ പ്രവാചകനുണ്ടായ ആ സ്വർഗീയ അനുഭവം. ഏശയ്യാ 6-ാം അധ്യായം 1 തൊട്ട്. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തിന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിൻ്റെ പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ദൈവിക ദർശനം കണ്ടു. പ്രവാചകന് പാപബോധമുണ്ടായി. ദർശനം കണ്ട പ്രവാചകനെ ദൈവം ശുദ്ധീകരിക്കുകയാണ്. പ്രവാചകന് പാപബോധമുണ്ടായി. പ്രവാചകനായാലും പാപബോധമുണ്ടായാൽ മാനസാന്തരപ്പെടണം. തുടർന്ന് ദൈവം സംസാരിക്കുന്നു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയൻ ഇതാ, അടിയൻ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇന്നും സുവിശേഷ വേല ചെയ്യുവാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുക എന്ന് കർത്താവ് സംസാരിക്കാറുണ്ട്. പലരും ആ സ്വരം തിരിച്ചറിഞ്ഞ് ദൈവവേല ചെയ്യുവാൻ പോയിട്ടുണ്ട്. ഇനി അങ്ങനെ പ്രത്യേക സ്വരം കേട്ടിട്ടില്ല എങ്കിലും ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അടിയനീതാ, അടിയനെ അയക്കണമേ. ആ മനോഭാവം നമുക്കുണ്ടാകട്ടെ. സ്വർഗീയ ദർശനങ്ങൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചാൽ പോരാ, സ്വർഗീയ ദർശനങ്ങൾ ലഭിച്ചാലും പോരാ. ആ ദർശനത്തിൽ കർത്താവ് നമ്മോട് എന്താണ് പറയുന്നത്, അതനുസരിച്ച് ജീവിക്കുവാനുള്ള മനസ്സ് വേണം. ചിലർ പ്രാർത്ഥിക്കുന്നു, ശക്തി തരണമേ, ദർശനം കാണിക്കണമേ, സ്വപ്നം കാണിച്ചു തരണമേ. പലപ്പോഴും കിട്ടുന്നില്ല. കാരണം കാണിച്ചു കൊടുത്താലും അവർ അനുസരിക്കാൻ ചിലപ്പോൾ തയ്യാറാകുകയില്ല. എന്നാൽ ഞാൻ അനുസരിക്കാം, അടിയനെ ഇതാ, അടിയനെ അയക്കണമേ. എന്ത് ദർശനം കാണിച്ചു തന്നാലും, സ്വപ്നത്തിലൂടെ അങ്ങ് നേരിട്ട് എന്ത് സംസാരിച്ചാലും ഞാനത് അനുസരിക്കാം. ആ മനോഭാവം ഉണ്ടെങ്കിൽ നാം വിചാരിക്കുന്നതിനേക്കാൾ അധികമായി ദൈവിക ദർശനങ്ങളും സ്വപ്നങ്ങളും വെളിപ്പാടുകളും കർത്താവ് നമുക്ക് തരും. പൗലോസ്, കർത്താവിൻ്റെ ദർശനമുണ്ടായി, പൗലോസിൻ്റെ ജീവിതം മാറി. തനിക്കുണ്ടായ ആ സ്വർഗീയ ദർശനത്തോട് മരണം വരെ പൗലോസ് അനുസരണക്കേട് കാണിച്ചില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സ്വർഗീയ ദർശനങ്ങൾ കാണിച്ചു തരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദർശനങ്ങൾ കാണും. അത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇന്ന് ഈ തിരുവചനം കേട്ട നമുക്കും
സമൃദ്ധമായി ദൈവത്തിൻ്റെ ആലോചന, അരുളപ്പാട്, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ കർത്താവ് നൽകുമാറാകട്ടെ. തന്നാൽ അതനുസരിച്ച് ജീവിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അനുസരിക്കാനുള്ള കൃപയും കർത്താവ് നമുക്ക് നൽകുമാറാകട്ടെ. പിന്നെ മറ്റൊന്ന്, എഴുതപ്പെട്ട വചനത്തിന് വിരുദ്ധമായി കാണുന്ന ദർശനങ്ങൾ, സ്വരങ്ങൾ, ശബ്ദങ്ങൾ, വചന വിപരീതമായതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. രേഷ്മയുടെ അമ്മ പ്രാർത്ഥിച്ച് സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയും. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വചനം കേൾക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഈ നല്ല ദിവസം ഞങ്ങൾക്കായി തന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഓരോ നിമിഷവും ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച വചനം കേൾക്കാൻ മാത്രമല്ലാതെ ഞങ്ങളെ തന്നെ ചതിക്കാതെ ആ കേൾക്കുന്ന വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോകമോഹങ്ങളിലേക്ക് വീണു പോകാതെ അങ്ങയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. കർത്താവെ, സാമ്പത്തികമായും കഷ്ടപ്പെടുന്നവർക്കും പലതരം രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കും ആശ്വാസവും അവർക്ക് രോഗസൗഖ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ മക്കളാക്കി തീർത്ത ആ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ രണ്ടാം വരവിൽ ഞങ്ങൾ വിശുദ്ധിയുള്ളവരായി ഒരുങ്ങിയിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ശരീരം ക്രൂശിൽ തകർക്കപ്പെട്ട് അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേ ഇഷ്ടപ്രകാരം അങ്ങേക്ക് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയുണ്ടാകണം. അങ്ങേ സ്നേഹിച്ചും വിശ്വസിച്ചും പ്രത്യാശയോടുകൂടി അന്ത്യം വരെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദറിനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്നവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്കായി നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സ്വർഗീയ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ദൈവ സ്വപ്നങ്ങളാലും ദർശനങ്ങളാലും അരുളപ്പാടുകളാലും വിവശതകളാലും ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരെയും ശക്തീകരിക്കുമാറാകട്ടെ. അതിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളെ സ്നേഹിച്ച പിതാവിന് മഹത്വം. കർത്താവേ, വരണമേ. ദൈവത്തിന് മഹത്വം. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.